കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിലൊന്നാണ് പത്തനംതിട്ട. ഇത്തവണയും പോരാട്ടം തിളച്ചുമറിയുമെന്ന് ഉറപ്പാണ്. മൂന്ന് മുന്നണികളും നിലം ഒരുക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള ചർച്ച തുടങ്ങിയ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ടയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല, അടൂർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട മണ്ഡലം. UDF-ൽ കോൺഗ്രസിന്റെ സീറ്റാണ് പത്തനംതിട്ട. 2009-ൽ രൂപീകൃതമായതു മുതൽ ആന്റോ ആന്റണിയിലൂടെ കോൺഗ്രസ് വെന്നിക്കൊടി പാറിച്ച മണ്ഡലത്തിലൊന്നാണ് പത്തനംതിട്ട. 2019-ൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇടം. ഇക്കുറിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് മുന്നണികൾ പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കുന്നത്. CPM-നും BJP-ക്കും വ്യക്തമായ സ്വാധീനവും ഈ മണ്ഡലത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത-സാമുദായിക സമവാക്യങ്ങൾ ഏറെ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. ഹാട്രിക് നേടിയ ആന്റോ ആന്റണിയെ തന്നെ UDF രംഗത്തിറക്കിയപ്പോൾ BJP കരുത്തനായ യുവ നേതാവ് അനിൽ ആന്റണിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ജനകീയ നേതാവ് എന്ന നിലയിലാണ് തോമസ് ഐസക്കിനെ ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തിന് മണ്ഡലത്തിലെ സ്വാധീനവും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ K അനന്തഗോപനെയും രണ്ടാം തെരഞ്ഞെടുപ്പിൽ UDF വിമതൻ പീലിപ്പോസ് തോമസിനെയും രംഗത്തിറക്കിയെങ്കിലും LDF-ന് വിജയിക്കാനായില്ല. UDF-ന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ പക്ഷേ സാധിച്ചു. ഐസക് രംഗത്തിറങ്ങുന്നതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി കോൺഗ്രസിന്റെ തലമൂത്ത നേതാവും അനിൽ ആന്റണിയുടെ പിതാവുമായ AK ആന്റണി വരും ദിവസങ്ങളിൽ പ്രചരണത്തിനെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വേണ്ടി സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ കളത്തിലിറങ്ങാൻ പോകുകയാണ്. ക്രൈസ്തവ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെയാണ് PC ജോർജ് അടക്കമുള്ള നേതാക്കൾ BJP-ക്കായി ശക്തമായി കളത്തിലിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന് പത്തനംതിട്ടയിൽ ലഭിച്ചത് 2,77,396 വോട്ടുകളാണ്. രണ്ടാമതെത്തിയ CPM-ലെ വീണ ജോർജിന് 3,66,684 വോട്ടുകളും ലഭിച്ചു. വ്യത്യാസം വെറും 39,252 വോട്ടുകൾ മാത്രം. എന്നാൽ ഇക്കുറി ഇത് മാറിമറിയുമെന്ന് തന്നെയാണ് BJP-യുടെ കണക്കുകൂട്ടൽ. സംസ്ഥാന ഭരണവിരുദ്ധ നിലപാട് പ്രകടമാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. മാത്രമല്ല, കോൺഗ്രസിൽ പ്രകടമായിട്ടുള്ള ചില എതിർസ്വരങ്ങളും അനിൽ ആന്റണിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നും BJP കരുതുന്നു. AK ആന്റണിയുടെ മകനെന്ന പരിഗണന നിരാശരായ കോൺഗ്രസുകാരെ BJP-ക്ക് അനുകൂലമായി ചിന്തിക്കാൻ വഴിയൊരുക്കുമെന്നും BJP കണക്കുകൂട്ടുന്നുണ്ട്. എന്തായാലും കടുത്ത പോരാട്ടം തന്നെയാകും ഇത്തവണ പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല.